തകർന്നു പോയ ആന്റി. ഇങ്ങനൊരു നാണക്കേട് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. മരിക്കണമെന്ന് പോലും ഞാൻ തീരുമാനിച്ചു ആന്റി. അയ്യോ എന്റെ മോളെ, സമാധാനപ്പെടും. നീ അഖിലാണ്ടേശ്വരിയുടെ മരുമകള. ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കണ്ടെത്തും. സമാധാനപ്പെട്. ഇതാണ് വിലാസിനി. എന്നെ എതിർക്കുന്നവർ ആരായാലും അവരെ ഞാൻ ഇങ്ങനെ പമ്പരം പോലെ കറക്കിക്കൊണ്ടിരിക്കും. മാഡം ഇതാ. കൃഷ്ണേട്ടാ, അഖിലയുടെ ഉദ്ദേശം എന്താ? ഒന്നും പിടികിട്ടുന്നില്ല. എന്തും ചെയ്യാലോ, ആരെ ചോദിക്കാൻ. അമ്മേ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്തായാലും നീ അഡ്വക്കേറ്റ് വന്നിരിക്കുന്ന കാര്യം തിരക്കാതെ പോകുന്നു. കാര്യമൊന്നുമില്ലാതെ അഡ്വക്കേറ്റിനെ കാണുന്ന എന്തിനാച്ച? അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം. അഡ്വക്കേറ്റിനെ കാണേണ്ട വിഷയം ഉണ്ടെങ്കിൽ അത് ഞാൻ അപ്പം പറയാം. ഒരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് നിന്നോട് പറയാനുണ്ട്. നീ ഇരിക്ക്. ആനന്ദ്, ഈ കുടുംബത്തിലെ മൂത്ത മരുമകളാണ് ഗംഗ. മൂത്ത മരുമകളെന്നുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും അവൾക്ക് കൊടുക്കാമെന്നുള്ളതാണ് എന്റെ നേരത്തെയുള്ള വാക്ക്. അതമ്മ പരസ്യമായി പ്രഖ്യാപിച്ച കാര്യമല്ലേ? ആ പ്രഖ്യാപനം അടിവരയിട്ട് ഉറപ്പിക്കാനാണ് ഇപ്പൊ അഡ്വക്കേറ്റിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. പറയാം. അഖില വെറും വാക്കുകളൊന്നും പറയാറില്ല. പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കും. എന്റെ വാക്ക് നിയമപ്രകാരമായി ചെയ്യാനാണ് ഞാൻ അഡ്വക്കേറ്റിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇതാണല്ലോ അച്ഛനും പറഞ്ഞത്. ആനന്ദ്, നന്ദന ഈ കുടുംബത്തിലെ രണ്ടാമത്തെ മരുമകളാണ്. അവൾക്ക് നമ്മുടെ ഹെർബൽ കമ്പനിയിൽ 20% ഷെയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൂത്ത മരുമകളെന്ന നിലയിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഗംഗയ്ക്ക് 30% ഷെയർ നൽകാനാണ് എന്റെ തീരുമാനം. ഗംഗേ, അല്ല, എന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? ഗംഗയുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കേണ്ട ആവശ്യം എനിക്ക് വന്നിരിക്കുന്നു. അവൾ ഇവിടുത്തെ മൂത്ത മരുമകളാണെന്ന് ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല എന്ന് തെളിയിക്കാനാ എന്റെ ഈ തീരുമാനം. ചേച്ചി, ഇത്രയും നല്ലൊരു തീരുമാനം ഇത്ര പെട്ടെന്ന് ചേച്ചി എടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല.
ഐ എം വെരി വെരി ഹാപ്പി. ഗംഗേ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. വെൽക്കം വെൽക്കം. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? ഇത് കുഴപ്പമാണല്ലോ. എന്താ ഇനി ചെയ്യാ? അമ്മേ, ഞാൻ തെറ്റാണ് ചോദിക്കുന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണം? ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? തൃച്ചംബരത്തെ പാരമ്പര്യവും നിയമവും അനുസരിച്ച് താലികെട്ട് കഴിഞ്ഞിട്ടല്ലേ ഇത്തരം തീരുമാനങ്ങൾ എടുക്കൂ. ഞാൻ ഗംഗയെ നിയമപരമായി കല്യാണം കഴിച്ചിട്ടുമില്ല. എന്താ വക്കീലേ, അതല്ലേ അതിന്റെ ശരി? അതെ, അമ്മയെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത് നീ തന്നെയല്ലേ? ഇത് അഖിലേച്ചിയുടെ വാക്കാ. വാക്കുകളും വാഗ്ദാനങ്ങളും പലപ്പോഴും തെറ്റിയിട്ടുണ്ട്. അമ്മ തെറ്റിച്ചിട്ടുമുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്നാലും അച്ഛനും അമ്മയും ഒരു കാര്യം ഓർക്കണം. ഞാൻ മാത്രമല്ല മകനായിട്ടുള്ളത്. അരവിന്ദ് വന്ന ശേഷം അവന്റെയും കൂടി തീരുമാനം അറിയുന്നത് നല്ലതാ. മാത്രമല്ല, എടുത്തു ചാടി അമ്മ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം അമ്മയുടെ ഇഷ്ടം. ഞാൻ തീരുമാനിച്ചതിന് മാറ്റമില്ല. എന്റെ ഈ തീരുമാനം അനുസരിച്ച് 30% ഷെയർ ഞാൻ ഗംഗയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. വക്കീലേ, മാഡം, ഇതനുസരിച്ചുള്ള പേപ്പേഴ്സുകളെല്ലാം നിങ്ങൾ റെഡിയാക്കിക്കോണം. എത്രയും പെട്ടെന്ന് വേണം. ഓക്കെ മാഡം. അപ്പോ ശരി. ആ, ആനന്ദ്, ഗംഗക്കുടി ഓഫീസിലേക്ക് കൊണ്ടുപോ. അതെന്തിനാ? ഗംഗ ഓഫീസിലേക്ക് വന്നിട്ട് എന്ത് കാര്യം? വരട്ടെ, ബിസിനസ് ഒക്കെ ഒന്ന് പഠിക്കട്ടെ. നീ പറഞ്ഞു കൊടുക്ക്. കൂട്ടിക്കൊണ്ടുപോ. ഗംഗേ, ആ ആന്റി, ആനന്ദിന്റെ കൂടെ ഓഫീസിലേക്ക് പൊയ്ക്കോ. എന്നെ അനുഗ്രഹിക്കണം ആന്റി. നല്ലത് മാത്രമേ വരൂ. ആന്റി, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പോ. താങ്ക് യു ആന്റി. ആനന്ദ്, ആനന്ദ്, ഏയ്, നീ ഇതെങ്ങോട്ടാ? ഞാൻ ഓഫീസിലേക്ക്. നീ വരണ്ട. അതെന്താ? എനിക്കിഷ്ടമല്ല. ഹാ, എന്താ ആനന്ദ് ഇത്? അഖിലാന്റെ എന്നെ മൂത്ത മരുമകളാണെന്ന് അംഗീകരിച്ചതാ. അത് ആനന്ദ് മറന്നോ? ഞാനും ഉണ്ട് ഓഫീസിലേക്ക്. നീ എന്നോടൊപ്പം ഓഫീസിലേക്ക് വരുന്നില്ല. ദേ, അഖിലാന്റി പറഞ്ഞതിന് സാക്ഷിയുണ്ട് എന്റെ പക്കല്. കാണണോ ആനന്ദിന്? ആനന്ദിന് ഏറ്റവും അധികം വിശ്വാസമുള്ളൊരു സാക്ഷിയാ. കല്യാണി, ഒന്ന് വന്നേ. ഹ, വാ. കല്യാണി,
അഖിലാന്റി പറഞ്ഞത് നീയും കൂടി കേട്ടതല്ലേ, ഓഫീസിലേക്ക് എന്നെ കൂടി കൊണ്ടുപോകണമെന്ന്. എന്നിട്ട് ആനന്ദ് ഇത് കേട്ട മട്ടുപോലുമില്ല. ഇതൊക്കെ ഒരു ന്യായമാണോ? ആണോ കല്യാണി? കല്യാണി തന്നെ പറ. അമ്മ നിന്നെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു, അത് സത്യമാണ്. പക്ഷേ എന്റെ ഈ കാറിൽ നീ വരണ്ട, നീ നിന്റെ കാറിൽ വന്നാ മതി. ഇനിയിപ്പോ നമ്മൾ തമ്മില് നിന്റെ കാറ് എന്റെ കാറ് എന്ന വേർതിരിവുകളുണ്ടോ ആനന്ദ്? നമ്മൾ രണ്ടും ഒന്നല്ലേ? മാത്രമല്ല നമ്മൾ രണ്ടുപേരും കൂടി നമ്മുടെ ഓഫീസിലേക്കല്ലേ പോകുന്നത്. വെറുതെ 2 കാറുകൾ എടുത്ത് പെട്രോൾ വേസ്റ്റ് ആക്കുന്ന എന്തിനാ? മാത്രല്ല ഒരുമിച്ച് പോകുന്നത് ഒരു രസമല്ലേ? പല കാര്യങ്ങളും സംസാരിക്കാം, ബിസിനസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ എനിക്ക് പേഴ്സണലായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. പൂജ, സർ, ഇതെന്താ? അത് അഖില മാഡം പറഞ്ഞിട്ട് ചെയ്തതാ സർ. അമ്മ വിളിച്ച് പറഞ്ഞു. മാഡം കുറച്ചു മുമ്പ് വിളിച്ചു പറഞ്ഞായിരുന്നു അഡീഷണൽ ആയിട്ട് ടേബിളും ചെയറും സെറ്റ് ചെയ്യണമെന്ന്. ആ, താങ്ക് യു സോ മച്ച്. മാഡം, മാഡത്തിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് ചെയ്തു കൊടുക്കണമെന്ന് അഖില മാഡം പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. ശരി മാഡം.
എന്നെ പിടിച്ചു വലിച്ച് ഓഫീസിൽ നിന്ന് പുറത്താക്കിയതല്ലേ? ഇപ്പൊ എന്തായി? ആനന്ദ്, ഇതൊരു തുടക്കം. നിന്റെ തോൽവികളുടെ തുടക്കം ഇന്നിവിടെ തുടങ്ങും. കരുതിയിരുന്നു. സർ, ഇതെല്ലാം സാർ നോക്കി വെച്ച ഫയലുകളാ, പക്ഷേ സൈൻ ചെയ്തിട്ടില്ല. സൈൻ ചെയ്ത് വെച്ചേക്കാം. സർ, ഇത് അർജന്റ് ഫയലാണ്. അതുകൊണ്ട് കണ്ണടച്ച് സൈൻ ചെയ്യണമെന്നാണോ? സോറി സർ. ഞാൻ തുടങ്ങുന്നതേ ഉള്ളൂ ആനന്ദ്. അന്ന് നീ എന്നെ പുറത്താക്കി, ഇന്ന് നീ തനിയെ പുറത്തേക്ക്. ഗുഡ് മോർണിംഗ് മാഡം. എക്സ്ക്യൂസ് മീ മാഡം, എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോകണം. ഈ 30 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. ബാങ്കിലേക്ക് ഡ്രൈവർ ദാസിനെ തന്നെ അയച്ചു കളയാം. ഞാൻ പോയിട്ട് വരാം മാഡം. അതെ, നിക്ക്. ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ പോകുന്നെന്തിനാ? വല്ല പ്യൂൺസിനെയോ ഡ്രൈവേഴ്സിനെയോ അയച്ചാ പോരെ? വലിയ എമൗണ്ടാ മാഡം. അതിനെന്താ? ഡ്രൈവർ ദാസ് എവിടെയുണ്ട്, അയാളെ അയക്കാം. നീ പോയി ദാസിനോട് ഞാൻ വിളിക്കുന്നു പറ. അത് മാഡം, ഇതിനെ കുറിച്ചൊക്കെ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? ഡ്രൈവർ ദാസ് എല്ലാവർക്കും വിശ്വാസമുള്ള ആളല്ലേ, അയാളെ അയക്കാം. എനിക്ക് പല കാര്യങ്ങളെ കുറിച്ചും നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നീ പോയി ആ ദാസിനെ കൂട്ടിക്കൊണ്ടുവാ. ഓക്കെ മാഡം.
ഞാനൊരു ഫയൽ എടുത്തു. അതെ അതിവിടെയാ. ദാസേട്ടാ, മാഡം വിളിക്കുന്നു. നമസ്കാരം മാഡം. ആ പെട്ടി ഇങ്ങെടുക്ക.